ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് ചീത്ത സമയവും അതുപോലെ തന്നെ നല്ല സമയവും വരിക എന്നുള്ളത് എല്ലാവർക്കും സംശയമായി നിലനിൽക്കുന്ന ഒന്നാണ്. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും നിറഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മോശം അവസ്ഥയിലും നല്ല അവസ്ഥയിലും ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. തീർച്ചയായും അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ്. ജീവിതത്തെ പോസിറ്റീവായി തന്നെ കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാൻ തൊടുകുറി ശാസ്ത്രം നമ്മെ സഹായിക്കുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാകുന്നു. സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു ചിത്രം മാത്രം സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ചിത്രം മാത്രമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക. ആ ഒരു ചിത്രത്തിൻ്റെ പിന്നിൽ അതിനിഗൂഢമായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ സംഭവിച്ചതോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ആ ചിത്രത്തിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം സെലക്ട് ചെയ്യുമ്പോൾ ഏകാഗ്രമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നാമം മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു ചിത്രം മനസ്സിൽ കരുതേണ്ടത്. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അവഗണന പല അവസരങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പലരും നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം മാനസിക പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. നടന്നു കിട്ടുമെന്ന് നിങ്ങൾ 100% വിചാരിച്ചിരുന്ന പല സ്വപ്നങ്ങളും പലതും നിങ്ങൾക്ക് നടക്കാതെ പോയിട്ടുള്ളതുമാണ്. സാമ്പത്തിക പ്രതിസന്ധി നിങ്ങളെ നല്ല രീതിയിൽ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അതോടൊപ്പം മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവുമാണ് നല്ല രീതിയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ധാരാളം കുത്തുവാക്കുകൾ കേൾക്കാനുള്ള ഇട നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫലങ്ങൾ എന്ന് പറയുന്നത്. തൊഴിൽ മേഖലയിലോ വിദ്യാഭ്യാസപരമായോ ഇനി വിവാഹ സംബന്ധമായോ ഇതൊന്നുമല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം സംബന്ധിച്ചോ ഒക്കെയാവാം. നല്ല രീതിയിൽ ധനസമ്പാദനത്തിനുള്ള സാധ്യതകളും ഇനി വരും നാളുകളിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ പ്രശംസയും അംഗീകാരവും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. തൊഴിൽ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാനും അതുപോലെ തന്നെ നല്ല ആശ്വാസകരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദുർഘടമായ പാതയിലൂടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്കായി സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം. എന്നിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ നല്ല രീതിയിൽ പ്രകടമാകുന്നുണ്ട്. ഏതു കാര്യത്തിലും വളരെ സത്യസന്ധമായി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങളത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാതെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമകരമായ അവസ്ഥകളും വന്നു ചേരുന്നത്.
ആത്മവിശ്വാസം നിങ്ങളിൽ നല്ല പോലെയുണ്ട്. ശത്രുക്കളുടെ ഒരു നീണ്ട നിര തന്നെ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുക. ഇത്തരക്കാരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഏറെ പ്രയാസം. പലതരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി പലതരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകളുമുണ്ട്. എടുത്തുചാടി എടുക്കുന്ന തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ടോ ഒക്കെയാകാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മാർഗതടസ്സങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വിജയം നിങ്ങളോട് കൂടിയുണ്ട്. കഠിനമായി പ്രയത്നിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് സഹായം തേടിയ പല വ്യക്തികളും ഇപ്പോൾ നിങ്ങളെ ഇത്രത്തോളം പ്രയാസം നേരിടുന്ന ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ സഹായിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയവരിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ലഭിക്കുന്നതും. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ വളരെ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. മനോബലം വീണ്ടെടുക്കുവാനും പ്രതിസന്ധികളെ പോസിറ്റീവായി എടുക്കുകയും ചെയ്താൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള അഗാധമായ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും. സമയമെടുക്കുമെന്ന് മാത്രം. ക്ഷമയോടെ കാത്തിരിക്കുക. ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അതിൻ്റേതായ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ സദാ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുക. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ അല്ലെങ്കിൽ എല്ലാ കാര്യവും നല്ല രീതിയിൽ നടക്കുമെന്ന വിശ്വാസത്തോടെ മുന്നേറാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ. ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് അത്യധികം ഉത്സാഹത്തോടെ ചെയ്യാൻ കഴിയുന്നവരുമാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഏതൊരു ആൾക്കാരോടായാലും വളരെ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നവർ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെ എത്രത്തോളം തരം താഴ്ത്തിയാലും അല്ലെങ്കിൽ ഭാഗ്യത്തോടെ നിങ്ങളോട് പെരുമാറിയാലും അവരെല്ലാം സ്നേഹത്തോടെ സമീപിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുവാനും സാധ്യത കൂടുതലുള്ള വ്യക്തിത്വമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ഒക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തോട് വളരെയധികം യോജിച്ച് പ്രവർത്തിക്കുവാനൊക്കെ ഒരുവിധം എല്ലാവർക്കും സാധിക്കുന്നതാണ്. ചെറിയ ആളാണെന്നോ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരെയും താഴ്ന്ന പദവിയിൽ ഇരിക്കുന്നവരെയും ഒരേപോലെ കാണുവാനുള്ള മനസന്നദ്ധ നിങ്ങളിൽ എപ്പോഴുമുണ്ട്. ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് നല്ല രീതിയിൽ ഭംഗിയായി കൃത്യനിർവഹണത്തോടെ ചെയ്തു തീർക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് നിങ്ങൾ. ശോഭനമായ ഭാവിയും എല്ലാ കാര്യത്തിലും വിജയവും നിങ്ങളുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ ഒരുവിധം സാധിച്ചെടുക്കാൻ നിങ്ങൾ അതികഠിനമായി തന്നെ പ്രയത്നിക്കും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിരുന്ന ആളായിരുന്നു നിങ്ങൾ. എന്നാൽ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് ഒരുവിധം എല്ലാ പാഠങ്ങളും ഇതിനോടകം തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അലസമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ. സഹജീവികളോട് വളരെയധികം സ്നേഹസമ്പന്നരായ വ്യക്തികൾ കൂടിയാണ്. കലാ, കായിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ ശോഭിക്കുവാൻ സാധിക്കുന്നവരാണ്. വാക് സാമർഥ്യം കൊണ്ട് പല അവസരങ്ങളിലും നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കാനുള്ള പലതരത്തിലുള്ള അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഏത് മേഖലയിൽ ചെന്നാലും അവിടെയെല്ലാം മറ്റുള്ളവരുടെ ഒരു അറ്റൻഷൻ നിങ്ങളിലേക്ക് വന്ന് പതിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് കൂടി നിങ്ങൾക്കുണ്ട്. ജീവിതത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ തകർച്ചയിൽ നിന്നും പടിപടിയായി കരകയറുവാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക ശേഷിയുണ്ട്.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണ്. പലതരത്തിലുള്ള ദോഷാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ഭവന നിർമ്മാണമോ അതുമല്ലെങ്കിൽ വാഹനം വാങ്ങുക എന്നുള്ള വളരെ കാലത്തെ ഒരു ആഗ്രഹമോ, ഇതൊന്നുമല്ലെങ്കിൽ വിവാഹ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൊക്കെ നിലനിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നടക്കുന്നവർക്കൊക്കെ ഇനി വരും നാളുകൾ നല്ല രീതിയിലുള്ള നാളുകൾ തന്നെയായിരിക്കും. ഭഗവാന്റെ ഈശ്വരൻ്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികമുണ്ട്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവും ഇവർക്കുണ്ട്. കുടുംബപരമായാലും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. എങ്കിലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നു പോകുന്നൊരവസ്ഥയും ചില സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ചുറ്റുപാടുമായി എത്ര പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമൊക്കെയുള്ള ഒരു ചുറ്റുപാടിലാണ് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയേണ്ട ഒരു അവസ്ഥ വരുന്നത് എങ്കിൽ പോലും അതിനെല്ലാം പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ ഒരു അസാമാന്യമായ ഒരു പാടവം ഉള്ളവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒറ്റയ്ക്കിരിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും കുടുംബാംഗങ്ങളുമായും സഹപ്രവർത്തകരുമായും അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ഒക്കെ ഒരുപാട് സമയം ചിലവഴിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിലും അതിനൊത്ത ഒരു ജോലി അല്ലെങ്കിൽ ഒരു തൊഴിൽ നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോകാറുണ്ട്. അതാണ് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിഴലായി വന്നു ചേരുകയില്ല. ഇനി വരും നാളുകളിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് വരാനിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരുമെങ്കിലും അതിനേക്കാൾ ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും രീതിയിൽ നോക്കിക്കാണുക. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.